ഇന്ന് മംഗൾ പാണ്ഡെ ബലിദാന ദിനം. ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമര സേനാനി. ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലുള്ള നഗ്വ ഗ്രാമത്തിൽ 1827 ജൂലൈ 19 മംഗൾ പാണ്ഡെ ജനിച്ചത്. തന്റെ 22-ാം വയസ്സിൽ മംഗൾ പാണ്ഡെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ചേർന്നു. 34-ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ 5-ാം കമ്പനിയിലാണ് ശിപ്പായിയായി മംഗൾ പാണ്ഡെ ഉദ്യോഗത്തിൽ പ്രവേശിച്ചത്. 1857 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ അതേ കമ്പനി സൈന്യത്തിലെ ശിപ്പായിമാർ എന്ന് വിളിച്ചിരുന്ന ഭാരതീയ ഭടന്മാർ സായുധ സമരം ആരംഭിച്ചു. അതാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഭാരതനാടിന്റെ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട മംഗൾ പാണ്ഡെ 1857 മാർച്ച് 29 കൽക്കട്ടയ്ക്കടുത്തുള്ള ബാരക്പൂർ എന്ന സൈനിക താവളത്തിൽ തന്റെ മേധാവിയും 34-ാം റെജിമെന്റിലെ ഓഫീസറുമായ ലഫ്റ്റനന്റ് ബോഗിനെതിരെ വെടിയുതിർത്തു. എന്നാൽ മംഗൾ പാണ്ഡെയ്ക്ക് ലക്ഷ്യം കണ്ടെത്താനായില്ല. തിരികെ വെടിവെച്ച ബോഗിന്റെ ലക്ഷ്യവും പാഴായി. എന്നാൽ ബോഗിന്റെ കുതിരയ്ക്ക് വെടിയേറ്റിരുന്നു. കുതിരപ്പുറത്തുനിന്ന് താഴെ വീണ ബോഗിനെ മംഗൾ തന്റെ വാളുകൊണ്ട് വധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ ശ്രമവും പരാജയപ്പെട്ടു. ഈ വിവരമറിഞ്ഞ് പരേഡ് മൈതാനത്തെത്തിയ സർജന്റ് മേജർ ജോയ്സി ഹെർസെ ഇന്ത്യക്കാരനായ ഇഷാരി പാണ്ഡെയോട് മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. എന്നാൽ ഇഷാരി തന്റെ മേലധികാരിയുടെ ഉത്തരവ് നിരസിച്ചു. ജോയ്സിയുടെ ഉത്തരവിനെ ആരും തന്നെ അനുസരിക്കാൻ തയ്യാറായില്ല. തന്റെ ആജ്ഞയെ അനുസരിക്കാത്തവരെ വെടിവെക്കുമെന്ന് അയാൾ ആക്രോശിച്ചു. ഈ സമയത്ത് തന്റെ തോക്കിൽ നിന്ന് മംഗൾ സ്വയം വെടിയുതിർക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. നിസ്സാരമായി പരിക്കേറ്റ മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്തു. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് ബ്രിട്ടീഷുകാർ പരസ്യമായി തൂക്കിലേറ്റി. മാരോ ഫിറങ്കീക്കോ എന്ന് ഗർജിച്ചുകൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച ഭാരതത്തിന്റെ ധീരപുത്രൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇന്നും തുടിക്കുന്ന അധ്യായമായി നിലനിൽക്കുന്നു മംഗൾ പാണ്ഡെ ബലിദാനം. മംഗൾ പാണ്ഡെയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമം.